എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ എക്സാംസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകാൻ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ, ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് അതിനെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റഡി പ്ലാന് വ്യക്തമായിട്ട് സിലബസ് മനസ്സിലാക്കിയിട്ട് ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ ഇതിൽ ധാരാളം വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇതുവരെ എത്ര ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്? ആകെ 5 നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി ഈ 5 2 എക്സാംസിന് അപ്ലൈ ചെയ്യാൻ ഇനിയും ഡേറ്റ് ഉണ്ട്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ഉം ഡിഗ്രിയുള്ള ആർക്കും ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാൻ ഇനിയും ടൈമുണ്ട്. ഈ മാസം 19 വരെ ഡേറ്റ് ഉണ്ട്. അതായത് ഏകദേശം 2 ആഴ്ചയോളം ഉണ്ട്. അതിൻ്റെ കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. കാറ്റഗറി നമ്പർ 382/2025, 383/2025. ഇതിൻ്റെ രണ്ടിൻ്റെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇതിൻ്റെ കാറ്റഗറി നമ്പറാണ് ഇവിടെ പറഞ്ഞത്. ആ കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. ഇതിന് അപ്ലൈ ചെയ്യാൻ ഇനിയും സമയം വൈകിട്ടില്ല. ഈ മാസം നവംബർ 19 വരെ ഡേറ്റ് ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് നവംബർ 19. ഇനി 4 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഇനിയും വരാനുണ്ട്. ധാരാളം വേക്കൻസികൾ, ധാരാളം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 4000-ൽ പരം വേക്കൻസികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി സിലബസ് ഫോക്കസ് ചെയ്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ ഇതിൽ മുൻനിരയിലെത്താൻ കഴിയും. ഡിഗ്രി ലെവൽ എക്സാംസിനെല്ലാം കൂടെ ഒന്നിച്ചൊരു കോമൺ പ്രിലിമിനറി ടെസ്റ്റ് നടത്താനാണ് സാധ്യത കാണുന്നത്. സെപ്പറേറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് പഠിക്കുമ്പോൾ പ്രിലിംസിനും മെയിൻസിനും ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. അല്ലാതെ പ്രിലിംസിന് കുറച്ച് പ്രിപ്പയർ ചെയ്ത് അതിന് ശേഷം മെയിൻസിന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കരുത്. പ്രിലിംസും മെയിൻസിനും ഒന്നിച്ച് പഠിച്ചു തുടങ്ങുക. ധാരാളം വേക്കൻസി സാധ്യതകളുള്ള എക്സാമാണ് ഇത്. ഡിഗ്രി ലെവൽ എക്സാംസ് കമ്പനി ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ പ്രിലിംസ് എക്സാം 2 എക്സാമായിട്ടാണ് നടക്കുക, പ്രിലിംസും മെയിൻസും. പ്രിലിംസ് എക്സാം മാർച്ചിൽ നടക്കാനാണ് സാധ്യത. ഈ 2026 മാർച്ചിൽ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ മെയിൻസ് എക്സാമും ഉണ്ടാകും. 2 എക്സാമും ഒന്നിച്ച് തന്നെ പഠിച്ചു തുടങ്ങും. രണ്ടിനും വേണ്ട പ്രിപ്പറേഷൻ മെയിൻസിനും പ്രിലിംസിനും ഒന്നിച്ച് തുടങ്ങാം. അതായത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസ് ഫോക്കസ് ചെയ്ത് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ. വെറുതെ കാട് കയറി അങ്ങ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. ആദ്യം സിലബസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി സിലബസ് ഫോക്കസ് ചെയ്ത് ഒരു പ്രത്യേക സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചാൽ തീർച്ചയായിട്ടും ഹാർഡ് വർക്കും കണ്ടിന്യൂസ് പ്രാക്ടീസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ഒരു ധാരണ വേണം. സിലബസ് എന്തൊക്കെയാണെന്നൊരു കറക്റ്റ് ഒരു ധാരണ വേണം. അതിന് ശേഷം വേണം പഠിക്കാൻ തുടങ്ങാൻ. ഒരു 4 ദിവസം തുടർച്ചയായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് 5ാമത്തെ ദിവസം അതിൻ്റെ റിവിഷൻ എടുക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടാകും. ഹാർഡ് വർക്കും കണ്ടിന്യൂസ് പ്രാക്ടീസും സക്സസ് മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. നിങ്ങൾക്ക് മുൻനിരയിലെത്താൻ കഴിയും. കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക. 4 ദിവസം തുടർച്ചയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 5ാം ദിവസം ആ പഠിച്ച പോർഷനെല്ലാം റിവിഷൻ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ശ്രീമാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസ് ചെയ്ത് ഇനിയും തുടർന്നും കോച്ചിങ് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. തുടർന്നും ഡിഗ്രി ലെവൽ എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ്സസ് എടുക്കുന്നതാണ്. കമ്പനി ബോർഡ് LGSനും ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് സിലബസ് ഫോക്കസ് ചെയ്ത്, അതായത് തരംതിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാകും. ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് സ്റ്റഡി സർക്കിളിൽ ഇന്ത്യൻ ജോഗ്രഫി, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ, നോർത്ത് ആൻഡ് മൗണ്ടൻ റേഞ്ച്, ആ സിലബസ് അതുമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഈ കേരള ഹിസ്റ്ററിയിലാണെങ്കിൽ യൂറോപ്യന്മാർ വന്നതും അവരുടെ സംഭാവനകളും. ഇനി കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി യൂണിറ്റ്സ് എക്സെട്ര. മാത്തമാറ്റിക്സിൽ
ബേസിക്സ് നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ബേസിക്സ് ഓപ്പറേഷൻസ്. അതായത് ഞാൻ ഇതിലെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ സിലബസിനെ ബേസ് ചെയ്തും ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ എക്സാംസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഇവ അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കോച്ചിങ് നടത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, മലയാളം പദശുദ്ധി. ഇങ്ങനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് അത് അരിച്ചു പെറുക്കി ഇതിന് ഒരു പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ കയറി പറ്റാൻ സാധിക്കും. കണ്ടിന്യൂസ് പ്രാക്ടീസും ഹാർഡ് വർക്കും ഉണ്ടാണ്. സെക്കൻഡ് സ്റ്റഡി സർക്കിളിൽ കേരള ജോഗ്രഫി, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള. പിന്നെ വേൾഡ് ഹിസ്റ്ററി, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇക്കണോമിക്സ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, എക്സെട്ര. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. മാത്തമാറ്റിക്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും. അത് തന്നെ സെപ്പറേറ്റ് ഞാൻ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. തുടർന്നും അതിൻ്റെ വിവിധ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീമാത്സിൽ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ച്, മലയാളം പദശുദ്ധി. കൃത്യമായിട്ട് സിലബസ് ഫോക്കസ് ചെയ്ത്, അതായത് തരംതിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാകും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് സ്റ്റഡി സർക്കിളിൽ ഇന്ത്യൻ ജോഗ്രഫി, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ, നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, ആ സിലബസ് അതുമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഈ കേരള ഹിസ്റ്ററിയിലാണെങ്കിൽ യൂറോപ്യന്മാർ വന്നതും അവരുടെ സംഭാവനകളും. ഇനി കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി യൂണിറ്റ്സ്, എക്സെട്ര. മാത്തമാറ്റിക്സിൽ ബേസിക്സ് നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ബേസിക്സ് ഓപ്പറേഷൻസ്. അതായത് ഞാൻ ഇതിലെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ സിലബസിനെ ബേസ് ചെയ്തും ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ എക്സാംസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർന്നും ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഇവ അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കോച്ചിങ് നടത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, മലയാളം പദശുദ്ധി. ഇങ്ങനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് അത് അരിച്ചു പെറുക്കി ഇതിന് ഒരു പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ കയറി പറ്റാൻ സാധിക്കും. കണ്ടിന്യൂസ് പ്രാക്ടീസും ഹാർഡ് വർക്കും ഉണ്ടാണ്. സെക്കൻഡ് സ്റ്റഡി സർക്കിളിൽ കേരള ജോഗ്രഫി, ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള. പിന്നെ വേൾഡ് ഹിസ്റ്ററി, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇക്കണോമിക്സ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, എക്സെട്ര. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. മാത്തമാറ്റിക്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും. അത് തന്നെ സെപ്പറേറ്റ് ഞാൻ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. തുടർന്നും അതിൻ്റെ വിവിധ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീമാത്സിൽ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ച്, മലയാളം പദശുദ്ധി. ഇങ്ങനെ പല ഇതായിട്ട് തരംതിരിച്ച് പഠിച്ചാൽ, വ്യക്തമായ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ മുൻനിരയിലെത്താൻ കഴിയും. ടൈം ടേബിൾ ഉണ്ടാക്കുക, ഏത് രീതിയിൽ പഠിക്കണം, നല്ലതായിട്ട് നല്ലപോലെ പഠിച്ച് അരിച്ചു ഇറക്കി പഠിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഒരു കണ്ടിന്യൂസ് 4 ദിവസം പഠിക്കുക, പഠിച്ചത് റിവിഷന് തൊട്ടടുത്ത ദിവസം 5-ാം ദിവസം റിവിഷൻ, പിന്നെയും 4 ദിവസം ഒരു ടൈം ടേബിൾ, കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ധാരാളം പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. വിജയം സുനിശ്ചിതമാണ്. വിജയം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ്. ശ്രീമാത്സിൽ ധാരാളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.